ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്ന് നല്ലൊരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. സൂപ്പറായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കട്ട്ലറ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഷവർമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം മയോണൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഷവർമയിലോട്ടൊക്കെ മയോണൈസ് ആഡ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കാനും മയോണൈസ് വേണം. അപ്പോൾ നമുക്ക് ആദ്യം മയോണൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പാൽ ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ പാൽ ഒഴിച്ചാൽ ഒന്നും കൂടി നല്ല വൈറ്റ് കളറിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ ഒരു 3/4 ഗ്ലാസോളം സൺഫ്ലവർ ഓയിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് കുറേശ്ശെയായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് ഒരു 1/4 ഗ്ലാസോളം ഇതിലൊന്നും ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമായിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ അതിലേക്കായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. അപ്പം ക്യാബേജ്, അതുപോലെ തന്നെ വലിയ ഉള്ളി, ക്യാരറ്റ്, കറിവേപ്പില, പച്ചമുളക്, അതുപോലെ തന്നെ മല്ലിയില, കുറച്ച് ഇഞ്ചി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ചതച്ചിടുന്നില്ല, നേരിട്ട് അതുപോലെ തന്നെ യൂസ് ചെയ്യാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു ബൗളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിന്ന് ഷവർമയുടെ റെസിപ്പി അല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ ഷവർമ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കട്ട്ലറ്റും ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും വഴറ്റിയെടുക്കുന്നൊന്നുമില്ല, വേവിച്ചെടുക്കുന്നൊന്നുമില്ല, നേരിട്ട് തന്നെ നമ്മൾ കട്ട്ലറ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇത് മുഴുവനായിട്ടൊന്ന് ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് വളരെ കുറഞ്ഞ മസാലകൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എരിവിനായിട്ട് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി കുറച്ച് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ ഒരു മുറിയും നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മയോണൈസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് 2 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം, കാരണം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഇനി നമുക്കിതിലേക്ക് കട്ട്ലറ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വേവിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഇതിലേക്ക് മുമ്പേ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കന് ഉപ്പും മഞ്ഞളും മാത്രം ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് കൈവച്ചിട്ടൊന്ന് പിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ കട്ട്ലറ്റ് ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് ആ ഒരു ഷേപ്പിലൊന്ന് റെഡിയാക്കി എടുക്കാം. കോട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ബ്രെഡ് ക്രംസും അതുപോലെ തന്നെ മയോണൈസും ആണ്. അപ്പോൾ മയോണൈസാണ് നമ്മൾ മുട്ടയ്ക്ക് പകരം അതൊന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മയോണൈസിലേക്ക് ഒരു 2 ടീസ്പൂൺ പാല് കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ മയോണൈസ് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുള്ളതാണ്. അതിലാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷവർമ കട്ട്ലറ്റ് ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കുന്നത്. നമുക്ക് ഷവർമ മിക്സ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഓരോ ഉരുളകളായിട്ട് എടുത്തതിന് ശേഷം ഒരു കുപ്പിയുടെ അടപ്പിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ആ ഒരു ഷേപ്പിൽ ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ട്ലറ്റിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിട്ടിട്ട് ഒന്ന് ചെയ്തെടുത്താലും മതി. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു കുപ്പിയുടെ അടപ്പൊന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് എണ്ണ ആക്കി കൊടുക്കുക അതിലാദ്യം. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഓരോ ഉരുളകളായിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. കറക്റ്റ് അളവിൽ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഇനി ഇതൊക്കെ ഒന്ന് അതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം.
ഇപ്പോൾ എല്ലാതും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കട്ട്ലറ്റിൻ്റെ മിക്സ് നമ്മൾ മയണീസിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇത്രയുള്ള നമ്മളുടെ കട്ട്ലറ്റിൻ്റെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ എല്ലാതും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓരോ കട്ട്ലറ്റ് വെച്ചിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് രണ്ട് ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണ കൂടാൻ പാടില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കട്ട്ലറ്റ് പൊട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ കട്ട്ലറ്റിൻ്റെ പകുതി വരെ ആവുന്ന വിധത്തിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് എണ്ണ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് കട്ട്ലറ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഒരു ഭാഗം നന്നായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി തിരിച്ചിട്ടിട്ട് നന്നായിട്ട് മറ്റു ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റ് സൂപ്പറാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്